ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ എൽ ഡി സി, എൽ ജി എസ്, വി എഫ് എക്ക് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട SCRT പാഠഭാഗങ്ങൾ 5, 6, 7 ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു. പാർട്ട് 1 ടെക്സ്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എൽ ജി എസിൻ്റെ ഇതിന് വേണ്ടിയിട്ടും നോക്കേണ്ടത് ഈ പാഠഭാഗങ്ങളാണെന്ന്. ആക്ച്വലി എൽ ജി എസ് എന്ന് പറയുന്നത് നമ്മുടെ 10th പ്രിലിംസാണ് സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ 4 സ്റ്റേജസ് ഒക്കെ ആയിട്ട് നിങ്ങൾ എഴുതി കാണുമല്ലോ. അപ്പോൾ അതിൽ നമുക്കറിയാം സയൻസിൻ്റെ ഭാഗം, അതുപോലെ ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇങ്ങനത്തെ ഭാഗങ്ങൾക്കൊക്കെ, അതുപോലെ കേരള റിനൈസൻസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ഇതുണ്ട്. ഇതിനൊക്കെ മാർക്കിൻ്റെ വെയിറ്റേജ് കൂടുതലാണ് കമ്പയർഡ് ടു എൽ ഡി സി, വി എഫ് എ. ഓക്കെ, കാരണം നമുക്കറിയാലോ ഇംഗ്ലീഷ് അങ്ങനത്തെ സംഭവങ്ങളില്ല എൽ ജി എസിൻ്റെ ഇതിന്. അപ്പോൾ ഈ എൽ ഡി സി, വി എഫ് എക്ക് എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ നോർമലി നമ്മളിപ്പോൾ എഴുതിയ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പോലെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് സയൻസ്, ഇതിൻ്റെയൊക്കെ വെയിറ്റേജ് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടേ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ 5 തൊട്ട് 10 വരെ പറയുന്ന SCRT പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ ഹയർ ലെവലിൽ നിന്നുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ ലെവലിൽ നിന്ന് വന്നാലും അതേ ലെവലിൽ നിന്ന് വന്നാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. സോ ദാറ്റ് നമുക്ക് അത് ഇപ്പോൾ ഇത്രയും കൂടെ കട്ടി ലെവൽ എന്ന് പറയുന്നത് ഈ എൽ ഡി സി ലെവലാണല്ലോ. അപ്പോൾ 10th ക്വാളിഫിക്കേഷനിൽ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അതിനും നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ എഴുതുന്നവർ എൽ ജി എസ്, എൽ ഡി സി, വി എഫ് എ ഒക്കെ എഴുതുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുമ്പോൾ നിങ്ങൾ എൽ ഡി സി കണക്കാക്കി തന്നെ ഫുള്ളായിട്ട് പഠിക്കുക. അത് നമുക്ക് എൽ ജി എസിന് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധഡാവണ്ട. പറയുന്ന SCRT പാഠഭാഗങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു തവണ എന്നല്ല, നമ്മളൊരു 2-3 തവണയെങ്കിലും വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ മെജോറിറ്റി കാര്യങ്ങളും SCRT പാഠഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 8, 9, 10 ക്ലാസ്സുകളിലെ പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്ന് ഈ പറയുന്ന സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് എന്നുള്ള രീതിയിലായിരിക്കും 8ൻ്റെ വരിക. 9, 10 വരുമ്പോൾ അവിടെ SS1, SS2, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ പാർട്ട് 1ൻ്റെയാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് 8, 9, 10 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ. കാരണം ധാരാളം ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തുനിന്ന്, എസ്പെഷ്യലി നമ്മൾ പറയുന്ന ജിയോഗ്രഫി, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ 2 സ്റ്റേജായിട്ട് നടന്നല്ലോ, അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് സയൻസിൻ്റെ ഏരിയയും ഒക്കെ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ അത്രയും മാർക്സ് നമുക്ക് വെറുതെ കളയേണ്ടല്ലോ. ടെക്സ്റ്റ് പഠിച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് കിട്ടും. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സ്, എൽ ഡി സി പോലുള്ളതിനൊക്കെ. എൽ ഡി സിക്ക് മാത്രമല്ല എൽ ജി എസിന് നല്ല വെയിറ്റേജ് ഉണ്ട് ഈ കറണ്ട് അഫയേഴ്സിന്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ നോക്കേണ്ടി വരുന്നത് കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവയാണ്. ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ വായിച്ചു പോകുക. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, ഇത് പുതിയ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, പുതിയ എഡിഷനാണ്. അത് 8ൻ്റെ ആണ് ഇപ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. 9ൻ്റെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തു, 10ൻ്റെയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8ഉം 10ഉം ആണ് ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. 9ൻ്റെ ഓൾറെഡി നേരത്തെ മാറിയിരുന്നതാണ്. ഇതിൽ നമ്മൾ 10ൻ്റെയൊക്കെ നോക്കുമ്പോൾ കുറച്ചധികം അഡീഷണൽ വന്നിട്ടുണ്ട് ഫാക്ട്സ് ഓരോ ഇപ്പോൾ ഏരിയയിൽ നിന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് ലേറ്റസ്റ്റ് നടന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് പോലും എന്ത് ചെയ്തത്, ചോദിച്ചത്. ഓക്കെ, ഈ 10ൻ്റെ പുതിയ SCRT പാഠഭാഗത്തു നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ പാഠഭാഗങ്ങളൊന്ന് കണ്ടറിഞ്ഞു പോകണം. നമുക്ക് വേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ നോക്കേണ്ടതിൽ നമ്മുടെ സോഷ്യൽ സയൻസ് അത് നമുക്ക് ജനറലൈസ് ചെയ്ത് 1, 2, 3 എന്നുള്ള രീതിയിലാണ് പാർട്ടുകൾ വരിക. അതിന് SS1, SS2 അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ പഴയ ടെക്സ്റ്റിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഴയ ടെക്സ്റ്റ് നോക്കേണ്ടവർക്ക് അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് പോലെ ഓരോ അതായത് 8ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കണം, പുതിയതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് പോലെ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ടെക്സ്റ്റ് മിക്കവർക്കും അവൈലബിൾ ആകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യേണ്ട പാഠഭാഗങ്ങളാണ്. ആദ്യത്തേത് നോക്കി, ഫസ്റ്റ് ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഇതാണ് ഞാനൊരു ക്ലാസ് പോലെ എടുത്തത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ് ഇതിൽ നിന്ന് നോക്കേണ്ടതെന്ന്. ഇനി സെക്കൻഡ് ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. ഇതിൽ കുറേയധികം ടേബിൾസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചത് വരും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക,
വീണ്ടും അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാത്ത എന്തെങ്കിലും എക്സ്ട്രാ ഫാക്ട് ഒരു പാഠഭാഗത്തുണ്ടെങ്കിൽ മാത്രം നമ്മളത് നോട്ട് ചെയ്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയോ മാർക്ക് ചെയ്ത് വെക്കുകയോ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ PDF ആണ് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അത് എന്ത് ചെയ്യാൻ പറ്റും, ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കളർ കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. PDF സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ. ഹാർഡ് കോപ്പി ആണെങ്കിൽ നിങ്ങൾക്കൊരു ഹൈലൈറ്റർ ഉപയോഗിച്ചോ പെൻ വെച്ചിട്ടോ മാർക്ക് ചെയ്തിടും. അപ്പോൾ എക്സ്ട്രാ ഫാക്റ്റുകൾ മാത്രം മാർക്ക് ചെയ്ത് പോകുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുക. കാരണം അറിയാത്ത കാര്യങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൂടുതൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കാൻ. പിന്നെ ഒപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറാണ് കൂടുതൽ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇത് രണ്ടും ആക്ച്വലി ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഏരിയയിലുള്ള 2 പാഠഭാഗങ്ങളാണ്. എന്നാൽ നിങ്ങൾ പഴയ ടെക്സ്റ്റ് നോക്കുമ്പോൾ ഇതൊന്നും അല്ല പാർട്ട് 1 ടെക്സ്റ്റിലുള്ളത്, വേറെ കുറേ കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും നമുക്ക് ആക്ച്വലി എന്തില്ല, സിലബസിൽ പറയുന്നില്ല പഠിക്കാൻ. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ തന്നെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ റൊട്ടേഷൻ, റെവല്യൂഷൻ, അതിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ടിൽറ്റ് എത്രത്തോളം ഉണ്ട്, എത്ര ആംഗിളിലാണ്, കുറേയധികം കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. നമ്മുടെ ചലനവുമായിട്ട് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടേക്കാണെന്ന് തോന്നുന്നു ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നോക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ജോഗ്രഫിയുടെ ഏരിയയിൽ നിന്നുള്ളതാണ്. ദെൻ 4th ചാപ്റ്റർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. ഇത് എക്കണോമിക്സിൻ്റെ ഏരിയയിൽ നിന്നുള്ളതാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം ഇതിൽ ഓരോരുത്തരുടെ തിയറീസ് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പാഠഭാഗത്ത് ഞാൻ ഓൾറെഡി അത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ 2nd സ്റ്റേജ് എക്സാമിനും മുൻപ് എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേയധികം തിയറീസ്, കുറേയധികം സാമ്പത്തിക ചിന്തകന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ തിയറി ആരൊക്കെയാണ് കൊണ്ടുവന്നത്, അങ്ങനെ ഒരു മാച്ച് ദ ഫ്ലോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ വളരെയധികം സാധ്യതയുള്ളൊരു പാഠഭാഗമാണ് ഈ 4th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കണം. ദെൻ 5th ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ അത് ഒബ്വിയസ്ലി കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആണ്, നോക്കേണ്ടതാണ്. നെക്സ്റ്റ് 6th ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും. അതും അത്യാവശ്യം ഒരു എക്കണോമിക്സിൻ്റെ ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ വേണ്ടതാണ്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വേണ്ടത് തന്നെയാട്ടോ. കാരണം നമുക്ക് ഈ എക്സാക്ട് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന പോയിന്റ്സ് വർഷങ്ങളൊക്കെയാണ് നമുക്ക് ചോദിക്കാം. പിന്നെ അഡീഷണൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പാഠഭാഗങ്ങൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും എക്സ്ട്രാ ഫാക്ടർ റാങ്ക് ഫയലിൽ നിങ്ങളൊരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോച്ചിങ്ങോ ക്ലാസ്സോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഫാക്ട് ഉണ്ടോ എന്നുള്ളത് നോക്കി പഠിക്കുക. ഒബ്വിയസ്ലി കുറേയധികം അഡീഷണൽ ഫാക്ട്സ് നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും. പക്ഷേ ടെക്സ്റ്റിലെ കാര്യങ്ങൾ എന്തായാലും നോക്കി വെച്ചിരിക്കണം. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ചോദ്യ പേപ്പറുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് വെച്ചിട്ടും നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് ഫോളോ ചെയ്യുന്ന ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ റാങ്ക് ഫയലിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു പോകുക. ഓക്കെ, ഇതിൽ ഇത്രയും പാഠഭാഗങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് തന്നെയാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. ഇതിൽ ഈ 7th ചാപ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി മീഡിയാസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡിജിറ്റൽ മീഡിയ, പിന്നെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഇതായിരുന്ന മാധ്യമങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആകെ അതിൽ ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് ചെറിയൊരു ബോക്സിൽ പറയുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അത് വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, അതിന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നും തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങൾ നിങ്ങൾ പാർട്ട് 1 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൻ്റെ നോക്കിയിരിക്കണം. ഓക്കെ, ഇനി ബേസിക് സയൻസ് എന്ന് പറയുന്നത് 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ നോക്കുമ്പോഴും ഇതേപോലെ പാർട്ട് 1, 2, 3 തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. 2 ഭാഗമാണോന്ന് അറിയില്ല. ഇനിയിപ്പോൾ അറിയില്ല, മാറ്റം വരുമോ, അത് 2 ഭാഗമാക്കി തന്നെ നിർത്തുമെന്ന് അറിയില്ല. മുൻപ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ മാത്രമാണ് പറയുന്നത്. ഈ സയൻസിൻ്റെ ഏരിയ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടല്ലോ. അപ്പോൾ ഭൂരിഭാഗവും നിങ്ങൾക്ക് അതായത് കുറേ വർക്കുകളായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുറേ പ്രവർത്തനങ്ങൾ, അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യും, ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പോൾ കൂടുതലും ഇത് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, സയൻസിൻ്റെ ഏരിയ കുറച്ചും കൂടെ ടോപ്പിക് വൈസ് ആയിട്ട്. ഇപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ താപം എടുക്കുകയാണെങ്കിൽ താപം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചലനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കും. കാരണം ഇതിൻ്റെ ഇപ്പോൾ താപം, ചലനം അല്ലെങ്കിൽ ബലം, ഇതൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിലായിട്ട് പലതിലായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോഷ്യൽ എന്ന് പറയുന്നതിൽ കുറച്ചും കൂടെ അവർ അഡീഷണൽ ഫാക്ട്സ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. അതേസമയം ഇതിൽ കൂടുതലും കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ പറഞ്ഞു പോകുന്ന സെൻറ്റൻസുകളും ഡെഫിനിഷൻസും സയൻസിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ബാക്കി എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങളുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, റാങ്ക് ഫയൽ വെച്ചിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഈ സയൻസിൻ്റെ ഏരിയ കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഫിസിക്സ്, കെമിസ്ട്രി വരും. ഓക്കെ, പക്ഷേ ടെക്സ്റ്റിൽ എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞും പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാമിലൊക്കെ ഇവർ ഈ എക്സാമ്പിൾസ് പറയുന്നുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു പോകുന്നത് നല്ലതാണ് സയൻസിൻ്റെ ഏരിയ. പക്ഷേ ഏറ്റവും ബെറ്റർ സയൻസിൻ്റെ 8, 9, 10 ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി വരുന്ന ഭാഗങ്ങളിലൊക്കെ പ്രവർത്തനങ്ങളാണ് കൂടുതലും. ബയോളജിയുടെ ഭാഗത്താണെങ്കിൽ കമ്പയർഡ് ടു ഫിസിക്സ്, കെമിസ്ട്രി അത്രയില്ല. പക്ഷേ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കുറേ അധികം ഫാക്ട്സ് ബയോളജി. അപ്പോൾ അതത്രയും പ്രശ്നം വരില്ല. ഫിസിക്സ്, കെമിസ്ട്രിയാണ് കുറച്ച് ഇത് വരിക. അപ്പോൾ അത് ടോപ്പിക് വൈസ് ആയിട്ട് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങൾ നോക്കാം.
ഒന്നാമത്തത് അളവുകളും യൂണിറ്റുകളും. മുൻപത്തെ ടെക്സ്റ്റിൽ കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ യൂണിറ്റ്സ്, അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ഇതിൽ കുറേയധികം ബേസിക് ഫാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും. പഴയ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ഫയൽ ആണെങ്കിൽ അല്ലെങ്കിലും അവർ അത് കൊടുക്കാതിരിക്കില്ല. പക്ഷേ ഈ ഒരു ഭാഗത്തിലോട്ട് വന്നപ്പോൾ, പുതിയതിലോട്ട് വന്നപ്പോൾ കുറേയധികം കാര്യങ്ങൾ അവർ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് മിയർ ആയിട്ട് കുറേ യൂണിറ്റ്സുകളും ഡെഫിനിഷൻസും ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ചലനവും ബലവും, പല ടൈപ്പ് ഓഫ് മോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതുപോലെ ഫോഴ്സ്, ഇതിൻ്റെ പോസിറ്റീവ്, ഇപ്പോൾ വർക്കൊക്കെ വരുമ്പോൾ വർക്കിൻ്റെ ഇതിൽ വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വർക്ക്, അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഒരു ടോപ്പിക് എടുത്താൽ ചലനം എടുത്താൽ ആ ചലനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് അടുത്തയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾ ആദ്യം ഒന്ന് എന്ത് ചെയ്യുക, SCRT പാഠഭാഗങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം പിന്നെ ടോപ്പിക് വൈസ് ചെയ്താലും മതി. ഓക്കെ, തേർഡ് ചാപ്റ്റർ പ്രഷറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേയധികം ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദെൻ ഫോർത്ത് ചാപ്റ്റർ മാറ്റങ്ങളുടെ രസതന്ത്രം, ഫിഫ്ത്ത് ചാപ്റ്റർ മൂലകങ്ങളും സംയുക്തങ്ങളും, സിക്സ്ത്ത് ലോഹങ്ങളും അലോഹങ്ങളും. ഇത് ഇത്രയും കെമിസ്ട്രിയുടെ ഏരിയയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മൂലകങ്ങളും സംയുക്തങ്ങളും പീരിയോഡിക് ടേബിളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒബ്വിയസ്ലി നമുക്ക് വേണ്ടതാണ്. ഓക്കെ, കാരണം ഓരോ ഗ്രൂപ്പിലും എന്താണ് ആ ഒരു പ്രത്യേകത, ഗ്രൂപ്പുകളുടെ, പീരീഡിൻ്റെ, അതുപോലെ തന്നെ ചില ബ്ലോക്കുകളുടെ സവിശേഷത, ഇതൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാറാണ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും പഠിച്ചെടുക്കണം. പിന്നെ ലോഹങ്ങൾ അലോഹങ്ങളിൽ അതിൽ ഒരു ഓർഡറൊക്കെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരേ സമയം ഫിസിക്സിലും കെമിസ്ട്രിയിലും വരുന്ന കാര്യമാണ് ലോഹങ്ങൾ. കാരണം ലോഹത്തിൻ്റെ ഈ പറയുന്ന കണ്ടക്ടിവിറ്റി ഒക്കെ വരുമ്പോൾ അതിലും വരും. പക്ഷേ നമ്മൾ കെമിസ്ട്രിയിലാണ് കൂടുതലും പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ മെറ്റൽസിൻ്റെ, അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി, അങ്ങനെ ഒരു ഓർഡറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങളാണ്, ഇതൊക്കെ വേണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ചില കീ പോയിൻറ്റ്സ് മാത്രം നമ്മൾ പഠിച്ചെടുത്താൽ മതി SCRT പാഠഭാഗത്തു നിന്ന്. അല്ലാതെ വെറുതെ വാരി വലിച്ച് കുറേ ടൈം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നട്ട് നനയ്ക്കാം നന്മകൾ കൊയ്യാം. ഈ ഒരു പാഠഭാഗം ഉണ്ടല്ലോ, 7th ചാപ്റ്റർ, അത് ആക്ച്വലി എന്താണ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ മൾച്ചിങ്, ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ സ്മാർട്ട് ഫാമിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ നോക്കി വെക്കാം. കാരണം എന്താണ് മൾച്ചിങ്, താഴെ പറയുന്നതിൽ മൾച്ചിങ് എന്നതിൻ്റെ കറക്റ്റായ ഡെഫിനിഷൻ എന്താണ് എന്നുള്ള രീതിയിലുള്ളതൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഭാഗങ്ങൾ മാത്രം ഈ ഒരു പാഠഭാഗത്ത് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫാമിംഗ് ഉണ്ട്, ഫാമിങ്ങിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അത്രയും കാര്യങ്ങൾ മതി. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അത്ര തോന്നിയില്ല. ദെൻ 8th ചാപ്റ്റർ ജീവൻ്റെ ഉത്ഭവം ജീവികളുടെയും. ഇതിലും ജസ്റ്റ് കുറേയധികം എന്താണ് സയൻറ്റിസ്റ്റുകളുടെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടുത്തങ്ങൾ പറയുന്നുണ്ട്. അത് കൂടുതലും ഫോക്കസ് ചെയ്താൽ മതി. 9th ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, കോശങ്ങളും കോശജാലങ്ങളും. ഓക്കെ, സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്, അതുപോലെ അത് പ്ലാന്റ് സെല്ലാണെങ്കിലും അനിമൽ സെല്ലാണെങ്കിലും ഇത് സ്ഥിരം ചോദ്യമാണ്. അത് 10th പ്രിലിംസിനും ചോദിക്കുന്നുണ്ട്, നമ്മുടെ LDC ലെവലിനും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠഭാഗത്തു നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. കാരണം ഈ പറയുന്ന സയൻറ്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ തന്നെ എന്താണ് സെല്ലിലെ ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. കൂടുതലും ആനിമൽ സെല്ലിൻ്റെയാണ് ചോദിക്കാറുള്ളത്. പ്ലാന്റ് സെല്ലിൻ്റെ അങ്ങനെ ഞാൻ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. ഇപ്പോൾ എന്താണ് ഫ്ലോയം, സൈലം, അങ്ങനത്തെ കാര്യങ്ങളുള്ള, അതുപോലെ പാരങ്കൈമ, കോളം കൈമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും പ്ലാന്റ് സെല്ലിൻ്റെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. നമുക്ക് ആനിമൽ സെല്ലിൻ്റെയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൽ ടിഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, ഓരോ ടിഷ്യൂവിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഈ പറയുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ട് 1 സോഷ്യൽ സയൻസ് 1 കേട്ടോ, ആ ടെക്സ്റ്റിൻ്റെയാണ് നോക്കേണ്ടത്. SS1 നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ വേണ്ട പാഠഭാഗം 4th ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, പിന്നെ 5th ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. അത് രണ്ടും ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ ഈ ഒരു പാഠഭാഗത്ത്. അപ്പോൾ നമുക്ക് ഭാരം കുറഞ്ഞല്ലോ, ഇത്രയൊന്നും ബാക്കിയൊന്നും നോക്കണ്ടല്ലോ അത്ര. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ മതി. നെക്സ്റ്റ് 9th സ്റ്റാൻഡേർഡിലെ തന്നെ SS2 പാർട്ട് 1 ടെക്സ്റ്റിൽ നമ്മൾ നോക്കേണ്ടത് മെയിനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാം വേണ്ടതാണ് കേട്ടോ. എല്ലാം ചോദിക്കും. ഇതിൽ നിന്നാണ് നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വീണ്ടും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ 1 ലോകത്തിൻ്റെ നെറുകയിൽ. അതായത് ഹിമാലയാസിൻ്റെ ഡിവിഷനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം നമ്മൾ സ്വതീയം പഠിക്കുന്നതിനും വ്യത്യസ്തമായ കുറേ ഡിവിഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, കാശ്മീർ ഹിമാലയം എന്നൊക്കെ പറഞ്ഞിട്ട്, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിലും അതിൻ്റെ അണ്ടറിൽ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ സാവധാനത്തിൽ പഠിച്ചെടുക്കാൻ മാത്രം പറ്റുന്ന പാഠഭാഗമാണിത്. നമുക്ക് ഒരൊറ്റ ഇരിപ്പിനെ വേണമെങ്കിൽ വായിച്ചെടുക്കാം, പക്ഷെ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2-3 തവണ ആവർത്തിക്കേണ്ടി വരും. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണണം, എന്നാലേ നമ്മൾ കൂടുതൽ പഠിക്കുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ദെൻ ചാപ്റ്റർ 2 വിശാല സമതല ഭൂമികൾ, പ്ലെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്ലെയിൻസിൻ്റെ ഡിവിഷൻസ് ഒക്കെ ധാരാളം ഇതിൽ പറയുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഇതിലാണ് ആക്ച്വലി റിവേഴ്സിനെ വെച്ചിട്ടുള്ള ഡിവിഷനൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മൾ സമതലത്തിൻ്റെ ഇതിൽ കണ്ടില്ലേ, പഞ്ചാബ് ഹരിയാന സമതലം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും അണ്ടറിൽ ഏത് നദിയാണ് ആ സമതലം ഉണ്ടാക്കുന്നത്, ആ സമതലത്തിൻ്റെ തിക്നെസ് എത്രത്തോളം ഉണ്ട്, എന്താണ് അതിലെ പ്രത്യേകതകൾ എന്നുള്ള രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ മണ്ണ് എങ്ങനെയാണ് അവിടുത്തെ, അതുപോലെ ഫോറസ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ രണ്ട് പാഠഭാഗങ്ങളിലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേയധികം ഫാക്ട്സ് കാണാൻ പറ്റും. കുറേയധികം ധാരാളം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന് പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണത്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗങ്ങൾ രണ്ടും നിങ്ങൾ സാവധാനത്തിൽ മാത്രമേ പഠിച്ചെടുക്കാൻ പാടുള്ളൂ, കട്ട് ചെയ്ത് മാത്രമേ പഠിച്ചെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ തേർഡ് ചാപ്റ്റർ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, പ്ലാറ്റ്യൂ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിലും പ്ലാറ്റ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ഒരു ഫിസിയോ ജിയോഗ്രഫിക് ഡിവിഷൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എന്താണ് അഡീഷണൽ ആയിട്ട് കുറേ കാണാൻ പറ്റും. കേവലം ബാക്കിയുള്ള ഇപ്പോൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റുകൾ വായിച്ച് ഒരു ഒറ്റിരിപ്പിന് വായിച്ച് പഠിച്ച് തീർക്കുന്ന പോലെ എളുപ്പത്തിൽ പഠിച്ച് തീർക്കാൻ പറ്റില്ല, വായിച്ച് തീർക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് അപ്പോൾ കട്ട് ചെയ്ത് സാവധാനം പഠിക്കുന്നതാണ് നല്ലത്. ദെൻ ഫോർത്ത് ചാപ്റ്റർ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി, ഇത് ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളത് നോക്കിയിരിക്കണം. ഓക്കെ, പിന്നെ ഫിസിക്സിൻ്റെ ഇതിൽ നിങ്ങൾ നോക്കേണ്ട പാഠഭാഗങ്ങൾ ഇതെല്ലാം തന്നെ നോക്കേണ്ടതാണ്. ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. പ്രകാശത്തിൻ്റെ അപവർത്തനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇപ്പോൾ ചലനം എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ ചലന സമവാക്യങ്ങളും നിയമങ്ങളും ഒക്കെ വരും. അങ്ങനെ പഠിക്കുന്നതായിരിക്കും അത് കുറച്ചും കൂടെ എളുപ്പം. പക്ഷേ എന്ത് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം നമുക്ക് SCRTയും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അവർ എന്തെങ്കിലും അഡീഷണൽ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്കാണെങ്കിലും ടെക്സ്റ്റിലെ ഇത് കാണുമ്പോൾ കുറച്ചും കൂടെ മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളൊരു റാങ്ക് ഫയലോ നോട്ടോ ഒക്കെ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന പോലെ തോന്നും. മീൻസ് അതിൻ്റെ ഫോണ്ട് ആണെങ്കിലും അതിൻ്റെ പേപ്പർ ഷീറ്റ് ആണെങ്കിലും ഒക്കെ അതുപോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ ചിലപ്പോൾ ടെക്സ്റ്റിൽ കുറച്ച് ടെക്സ്റ്റ് വെച്ച് പഠിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൻ്റെ സൈഡിൽ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാലും മതി. നിങ്ങളൊരു ടോപ്പിക്ക് എഴുതിയിട്ട് അല്ലെങ്കിൽ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതിൽ ആഡ് ഓൺ ചെയ്ത് പഠിച്ചാലും മതി. അപ്പോൾ ഇതിലെല്ലാം എല്ലാം വേണ്ടതാണ്. ഗുരുത്വാകർഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ഏരിയ എന്നുള്ള രീതിയിൽ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അതുപോലെ തന്നെ 9th സ്റ്റാൻഡേർഡിൻ്റെ കെമിസ്ട്രി പാർട്ട് 1 ടെക്സ്റ്റിൽ ഈ പറയുന്ന എല്ലാം തന്നെ വേണ്ടതാണ്. കാരണം ഇതെല്ലാം ചോദിക്കാറുണ്ട്. ആറ്റത്തിൻ്റെ ഘടന, പീരിയോഡിക് ടേബിൾ, രാസബന്ധനം, റെഡോക്സ് പ്രവർത്തനം. ഇത് പ്രിലിംസിൻ്റെ ലെവലിൽ വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണത്. ഓക്കെ, നെക്സ്റ്റ് 9th സ്റ്റാൻഡേർഡിലെ തന്നെ ബയോളജിയുടെ ഭാഗത്ത് നിന്ന് പാർട്ട് 1 ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കേണ്ടത് ജീവൽ പ്രക്രിയകളിലേക്ക് ദഹനവും പോഷക സംവഹനവും ശ്വസനവും വിസർജ്യവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ 3 പാഠഭാഗങ്ങൾ. 3 ഉള്ളൂ. ഇതിൽ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ വായിക്കുമ്പോൾ കുറേ ഫോട്ടിക് സോണുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സമുദ്രത്തിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആ ഒരു ഒറ്റ ഏരിയയിൽ നിന്ന് ആ ഒരു ചെറിയൊരു ബോക്സ്, അതായത് ഇങ്ങനെയുള്ള ഒരു ബോക്സിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കുറേയധികം പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ ബോക്സിൽ നിന്നാണ് അവരൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അധികം ഞാൻ ശ്രദ്ധിച്ച് പഠിക്കാൻ പറയില്ല, കാരണം അങ്ങനെ അധികം ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, കൂടുതലും അനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്ത് ചോദിച്ചിട്ടുണ്ടോ അത് കണ്ടറിഞ്ഞ് വായിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ദെൻ ദഹനവും പോഷക സംവഹനവും അതെന്തായാലും നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. അത് മനുഷ്യൻ്റെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് കൃത്യമായിട്ട് ആ പ്രോസസ്സ് അടക്കം, അത് പ്രോസസ്സിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ വെറുതെ ഫാക്ച്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ബയോളജി എടുത്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ളവർക്ക് പ്രശ്നം വരില്ല. അല്ലാത്തവർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചില കാര്യങ്ങളൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റാങ്ക് ഫയൽ ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഇത് ഏറ്റവും ബെറ്റർ ക്വസ്റ്റ്യൻസ് വച്ചിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇതേ ചോദ്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഓക്കെ, പിന്നെ അവർ ഇടയ്ക്കൊക്കെ എങ്കിലും അഡീഷണൽ ആയിട്ട് ഇതുവരെ ചോദിക്കാത്ത ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ പല്ലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലാണെന്ന് തോന്നുന്നു, ദഹനത്തിൻ്റെ ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതിൽ നിന്നാണ് ഡയറക്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ 2 പാഠഭാഗങ്ങളിൽ നിന്നായിരുന്നു അവർ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോളജിയുടെ ഏരിയയിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 10th സ്റ്റാൻഡേർഡിൻ്റെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 10th സ്റ്റാൻഡേർഡിൻ്റെ പാർട്ട് 1 SS1 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ പാഠഭാഗങ്ങൾ ഞാൻ വായിച്ചു നോക്കിയിട്ടാണ് പറയുന്നത്. 2nd ചാപ്റ്റർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് ആക്ച്വലി ഫ്രഞ്ച് റവല്യൂഷൻ മാത്രം എക്സ്ക്ലൂസീവ്ലി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 10th സ്റ്റാൻഡേർഡിൽ മുൻപത്തെ ടെക്സ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാം അമേരിക്കൻ റവല്യൂഷൻ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, വേൾഡ് വാർ, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടായിരുന്നു 10th സ്റ്റാൻഡേർഡിൻ്റെ പഴയ ടെക്സ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സിലബസിലുള്ളതുകൊണ്ട് പഴയ ആ ഒരു ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന മിയർ ഫാക്ട്സ് ഒക്കെ തന്നെയായിരിക്കും ഇത്. ഓക്കെ, പക്ഷേ നമുക്ക് LGSന് വരുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റേജ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഒറ്റ പാഠഭാഗത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷൻ മാത്രമേ കാണുള്ളൂ. ആ ഫ്രഞ്ച് റവല്യൂഷനിൽ തന്നെ കുറേയധികം നമ്മൾ കേൾക്കാത്ത ടാക്സിൻ്റെ പേരുകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ചെയ്യുക. ഇനി അവർ ചോദിക്കാൻ സാധ്യതയുണ്ടാവും ഒരു രീതിയിൽ. അതിനാണ് അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. കുറേയധികം അഡീഷണൽ ടാക്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, കുറേയധികം അഡീഷണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. റൂസോ, മോണ്ടസ്ക്യൂ, വോൾട്ടറിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് വായിച്ചേക്കാം. പിന്നെ 4th ചാപ്റ്റർ സമ്പത്തും ലോകവും.
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 5th ചാപ്റ്റർ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. അപ്പോൾ എനിക്ക് വായിച്ചതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയതും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും അഡീഷണൽസ് ഉണ്ടെങ്കിൽ ഞാൻ ലേറ്റർ ഓൺ പറയുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് SS2ൻ്റെ പാർട്ട് 1 ടെക്സ്റ്റ് 10th സ്റ്റാൻഡേർഡിൻ്റെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇതിൽ അഡീഷണൽ ആയിട്ട് അതായത് പ്രസിപ്പിറ്റേഷൻ, ഓക്കെ, പ്രസിപ്പിറ്റേഷനെ കുറിച്ചും അതുപോലെ തന്നെ കണ്ടൻസേഷനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ്റെ ഫോമിൽ നമ്മൾ പറയില്ലേ മഞ്ഞ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മഴ. അതുപോലെ തന്നെ ഈ കണ്ടൻസേഷൻ്റെ ഇതിൽ നമ്മൾ കൂടുതലും എന്താണ് മഞ്ഞല്ല സോറി, അപ്പോൾ ഫോഗിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഫോഗ്, അതുപോലെ തന്നെ മിസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഡെഫിനേഷനായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഓക്കെ, എന്താണ് അതിൻ്റെ പ്രത്യേകത, തുഷാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലൗഡ്സ് ഒന്നും മുൻപത്തേൽ ഉണ്ടായിരുന്നില്ല, ക്ലൗഡ്സിനെ കുറിച്ച് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ദെൻ സെക്കൻഡ് ചാപ്റ്റർ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടതാണ്. ഇതൊക്കെ ജിയോഗ്രഫിയുടെ ഏരിയയാണ്. പിന്നെ തേർഡ് ചാപ്റ്റർ അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ വായിച്ചു നോക്കിയിട്ട് അത്ര വേണ്ടതായിട്ട്, അതായത് കുറച്ചും കൂടി എന്താണ് പറയുക, നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലില്ല. ഓക്കെ, അതിൽ ഇപ്പോൾ ചിലതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, അപ്പോൾ പിന്നെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ 4th ചാപ്റ്റർ ഉപഭോക്താവ് അവകാശങ്ങളുടെ സംരക്ഷണവും തീർച്ചയായിട്ടും നോക്കണം. 5th ചാപ്റ്റർ പണവും സമ്പദ് വ്യവസ്ഥയും നോക്കണം. ഇതിലും കുറച്ച് ആഡ് ഓണുകളുണ്ട് എക്കണോമിക്സിൻ്റെ ഏരിയയിൽ നിന്നാണ്, പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ പഠിക്കേണ്ടി വരും കേട്ടോ. SCERT മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല എക്കണോമിക്സിൻ്റെ ചില ഏരിയകൾ നമ്മൾ പഠിക്കേണ്ടത്, കുറച്ചും കൂടി അഡീഷണൽസ് നമ്മൾ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ബയോളജിയുടെ ഇതിൽ നിന്ന് 10th സ്റ്റാൻഡേർഡ് പാർട്ട് 1 ടെക്സ്റ്റിൽ നോക്കേണ്ടത് ജീവൻ്റെ ജനിതകം. ഒബ്വിയസ്ലി നോക്കണം നിങ്ങളത്, കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ പരിണാമത്തിൻ്റെ വഴികൾ. ഇതിൽ ആക്ച്വലി പരിണാമത്തിൻ്റെ കാര്യങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും അതിൽ ഈ DNA കുറിച്ചും അതിൻ്റെ സ്ട്രാൻഡിനെ കുറിച്ചും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേയധികം അഡീഷണൽ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു പാഠഭാഗത്തിൽ കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതത്ര വേണ്ടാന്ന്, പക്ഷേ അതിൽ ലാസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വേണം. പിന്നെ 3rd ചാപ്റ്റർ സംവേദനങ്ങൾക്ക് പിന്നിൽ. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളൊന്ന് നോക്കുന്നത് നല്ലതാണ് 10th ഇതിൽ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ പാർട്ട് 1 ടെക്സ്റ്റിലെ എല്ലാ കാര്യങ്ങളും വേണ്ടത് മാത്രം ജസ്റ്റ് SCERT അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് 8, 9, 10 ക്ലാസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ SCERT എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ളതൊരു മാസ് ഫാക്ടർ ആയതുകൊണ്ടാണ് ഈ പാഠഭാഗങ്ങൾ വേണ്ടത് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ചിലതൊന്നും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓരോന്നിലും എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ SCERT പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പാർട്ട് 1ൻ്റെയാണ് ഞാൻ എല്ലാത്തിൻ്റെയും 5 തൊട്ട് 10 വരെയുള്ളതിൻ്റെ പറഞ്ഞിട്ടുള്ളത്. പാർട്ട് 2ൻ്റെ എല്ലാം വന്നിട്ട് നമുക്ക് ഒരുമിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.